ഹായ്, വെക്റ്റേഴ്സ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വെക്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെയിൻ അംബ്രല്ല പ്രോബ്ലം. എന്താണ് ഈ പ്രോബ്ലത്തിൻ്റെ പേര്? റെയിൻ അംബ്രല്ല പ്രോബ്ലം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ വെക്ടറിൻ്റെ സബ്ട്രാക്ഷന്, അഡീഷന് ഒക്കെ ഒരു ആപ്ലിക്കേഷൻ പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെ ആയിരിക്കും? മഴ എങ്ങനെ പെയ്യുന്നുണ്ട്, റെയിൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 4 മീറ്റർ/സെക്കൻഡിലാണ് മഴ പെയ്യണമെന്ന് വിചാരിക്കുക. ഒരു നമ്പർ ഞാൻ ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക എളുപ്പത്തിന്. ഇനി ഈ ഒരാളിങ്ങനെ പാസ് ചെയ്യാണ്, ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഒരു ബൈസൈക്കിൾ വരികയാണെന്ന് വിചാരിക്കുക. 3 മീറ്റർ/സെക്കൻഡിലാണ് അയാൾ വരുന്നത്. ഇത് റെയിനാണ്, ഇത് വെലോസിറ്റി ഓഫ് റെയിനാണ്. ഇത് വെലോസിറ്റി ഓഫ് ഒരാൾ സൈക്കിൾ വരികയാണ്, അപ്പോൾ വെലോസിറ്റി ഓഫ് ബൈസൈക്കിൾ വരികയാണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് മാൻ, എന്തായാലും കുഴപ്പമില്ല. ഇനി നോക്കിയേ, ഇയാൾ എങ്ങോട്ടാണ് കുട പിടിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യന്. എന്താണ് ക്വസ്റ്റ്യന്? റെയിൻ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, ഒരാൾ ബൈസൈക്കിൾ വരികയാണ്. അത് ഏത് ആംഗിളിലാണ് അയാൾ കുട പിടിക്കേണ്ടത്? നമ്മൾ വലിയ സ്പീഡിലൊന്നും വരുമ്പോൾ നമ്മൾ ബൈക്കിലോ ഒന്നും കുട പിടിക്കൂല. അപ്പോൾ അതല്ല അവിടുത്തെ വിഷയം. അതായത് കുട പിടിക്കാൻ പാടോ, പാറിപ്പോവില്ല, അങ്ങനത്തെ ഒരു കുസൃതി ചോദ്യം അല്ല അത്. നമ്മൾ ഈ വെക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്പീഡിലൊക്കെ വരികയാണെങ്കിൽ നമ്മളൊന്ന് ചെരിച്ചിട്ടാണ് ഇങ്ങോട്ട് പിടിക്കുക. അപ്പം ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത്, മഴ ഇങ്ങനെ പെയ്യാണ്, ഞാൻ നേരല്ല കുട പിടിക്കുക, കുറച്ച് സ്പീഡിൽ വരികയാണ്, ഞാൻ ഒന്നിങ്ങനെ ചെരിക്കും. അപ്പോൾ എത്ര ആംഗിൾ ട്വിസ്റ്റ് ചെയ്യണം, എത്ര ആംഗിൾ വെർട്ടിക്കലിന് തിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഈ ഭാഗത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇതേ ഞാൻ വരക്കണത് നോക്കട്ടോ. ആദ്യം ഇതിൻ്റെ ഫിഗർ വരക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി. എനിക്ക് 4 മീറ്റർ/സെക്കൻഡ് റെയിൻ ഉണ്ട്, പിന്നെ 3 മീറ്റർ/സെക്കൻഡിൽ ആൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, എത്ര ആംഗിളിലാണ് കുട പിടിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ വെക്ടർ ഇതിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്. ഒരു കാര്യം ഞാൻ അതിൽ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കുക. ഇപ്പോൾ ഇയാൾ ഇങ്ങോട്ടല്ലേ വരുന്നത്, ഇപ്പോൾ ഇത് ഡയറക്ഷൻ വരികയാണെങ്കിൽ ഇത് ഡൗൺവേർഡാണ്. റെയിൻ ഞങ്ങളിപ്പോൾ ഡൗൺവേർഡോ അല്ലെങ്കിൽ ഇതിന് ഡൗട്ടില്ല. സൈക്കിൾ വരുന്നത് നോക്കിയാൽ ഈസ്റ്റ് നിന്ന് വെസ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഈസ്റ്റ് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്, ഇങ്ങനെ വരക്കുമല്ലോ നമ്മൾ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ശരിയല്ലേ? ഇങ്ങനെ വരക്കുമ്പോൾ നോക്കിയാൽ ഇവരുടെ ഡയറക്ഷൻ ഏതാണ്? ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ബൈസൈക്കിൾ മൂവ് ചെയ്യണത്. അയാൾ കുട പിടിച്ചിട്ടാണ്, ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കേണ്ട, ഒരു കൈ കൊണ്ട് കുട പിടിച്ചെന്ന് വിചാരിക്കുക. റെയിന് താഴോട്ടാണ്. അപ്പോൾ ഈ കുട പിടിക്കേണ്ട ആംഗിളാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഞാൻ ആദ്യം ഓരോ വെക്റ്റേഴ്സ് ആയിട്ട് വരയ്ക്കണം. ഇവിടെ ഇങ്ങനെ വരച്ചു. ഇതാരാണ്? വെലോസിറ്റി ഓഫ് റെയിനാണ്. ഓക്കെ, ഈ വാല്യൂ എത്രയാണ്? ഇതിൻ്റെ വാല്യൂ എത്രയാണ്? വെലോസിറ്റി ഓഫ് റെയിൻ എത്രയാണ്? ഇത് 4 ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ 4 മീറ്റർ/സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് റെയിൻ. ഓക്കെ അല്ലേ? ഇനി ഇത് നമ്മൾ വരയ്ക്കുകയാണ്. ഇതെന്താണ്? വെലോസിറ്റി ഓഫ് ബൈസൈക്കിൾ. ബൈസൈക്കിളിലാണ് കുട പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നത്. ഇത് ഞാൻ വരച്ചു. ഇത് എത്രയാണ്? വെലോസിറ്റി ഓഫ് ബൈസൈക്കിൾ ഞാൻ ഇട്ടു. എത്രയാണ് പറഞ്ഞ? 3 മീറ്റർ/സെക്കൻഡ് ആണ്. ശരിയാണോ? ആ 2 വാല്യൂസ് ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ ഒരു കാരണം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരും. നോക്കിയാൽ ഇത് സംഭവം മനസ്സിലായില്ലേ? 2 വെക്ടർ ഇങ്ങനെ വരച്ചു, 2 വെക്ടർ അതിൻ്റെ ഡയറക്ഷൻ മാറാതെ വരച്ചു. വെക്ടർ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. ഈ ബോർഡിൽ എവിടെയും ഡ്രാഗ് ചെയ്യുക, നിങ്ങൾ പേജിൽ എവിടെയും ഡ്രാഗ് ചെയ്യുക. ഡയറക്ഷൻ മാറാൻ പാടില്ല. ഓക്കെ, അതിൻ്റെ അളവ് മാറാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു. ഇനി നമ്മൾ എന്താണ് കാണുന്നത് നമുക്കൊരു ധാരണ വേണം. ഞാനിവിടെ നിൽക്കുന്നു, മഴ ഇങ്ങനെ പെയ്യുന്നു. അപ്പോൾ ആ വെള്ളത്തിൻ്റെ, വാട്ടറിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ റെയിനിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്നത് തന്നെയാണ്. കാണുന്നത് പറഞ്ഞാൽ ശരിക്കുള്ള ഇപ്പോൾ 4 ആണെങ്കിൽ 4 ആണ്. ബട്ട് മൂവ് ചെയ്യണ ഒരാൾ കാണുന്ന കാഴ്ചകൾ ഡിഫറെൻ്റ് ആണ്. മൂവ് ചെയ്യുന്ന സമയത്ത് ഒബ്സർവർ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ അങ്ങോട്ട് 4 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, റിലേറ്റീവ് വെലോസിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. എന്താണ് മെഷർ ചെയ്യേണ്ടത്? റിലേറ്റീവ് വെലോസിറ്റി. നമ്മൾ പറഞ്ഞില്ലേ, ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിൻ മങ്കി പ്രോബ്ലം ഒക്കെ നമ്മളോട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാത്തൊരു ഫസ്റ്റ് ചാപ്റ്ററിൽ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള ടോപ്പിക്ക് കണ്ടിട്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? റിലേറ്റീവ് വെലോസിറ്റി. ആരാണ്, എപ്പോഴാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ടത്? ഒബ്സർവ് ചെയ്യുന്ന ആൾ, റീഡിങ് എടുക്കുന്ന ആൾ, റെയിനിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യുന്ന ആൾ എന്താണ് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒബ്സർവർ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി ഓഫ് റെയിൻ, മഴേൻ്റെ വെലോസിറ്റി നമ്മൾ കാണണം വിത്ത് റെസ്പെക്ട് ടു ബൈസൈക്കിൾ.
അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ബൈസൈക്കിൾ. അപ്പോൾ ഈ ബൈസൈക്കിൾ അല്ലെങ്കിൽ മാനിന് കൊടുക്കുക, മാനിന് കൊടുത്തു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് കൊടുക്കുക, അതായിരിക്കും നന്നാവുക. ഒരാളതിൽ നമുക്ക് വിചാരിക്കുക വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. ഓക്കെ, ഇവിടെ വേണേൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ബൈസൈക്കിൾ ആളല്ലേ വരുന്നത്, കുറച്ചും കൂടി നന്നായിരിക്കും, അതായിരിക്കും പറയുമ്പോൾ സൗകര്യം. ഇതാരാണ് പറഞ്ഞത്? വെലോസിറ്റി ഓഫ് മാൻ അല്ലേ, ബൈസൈക്കിളിൽ മൂവ് ചെയ്യണം അങ്ങനെ വിചാരിച്ചോളൂ. വെലോസിറ്റി ഓഫ് മാൻ പറഞ്ഞു, വെലോസിറ്റി ഓഫ് റെയിൻ പറഞ്ഞത്. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ, ഇതാണ് നമ്മൾ കാണുന്നത്. വെലോസിറ്റി ഓഫ് റെയിൻ സ്റ്റില്ലായി നിൽക്കുന്ന ഒരാളല്ല, സൈക്കിളിൽ മൂവ് ചെയ്യണ ഒരാളാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ, ഇതെങ്ങനെയാണ് നമ്മൾ കാണാം? റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ. ശരിയാണോ? എല്ലാവരും നോക്കിയേ, എന്താണ് ഞാൻ ഈ എഴുതി നോക്കിയേ. നമ്മൾ എന്താണ് ചെയ്യുന്നത് പറയും. നമ്മൾ റെയിൻ്റെ വെലോസിറ്റി നോക്കുകയാണ്. ഏത് ഫ്രെയിമിൽ നിന്നാണ് നോക്കുന്നത്? മൂവിങ് ഫ്രെയിമിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒബ്സർവറി മാൻ ആണ്. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ. ആരാണോ ഒബ്സർവ് ചെയ്യുന്നത് ആ ഒബ്സർവ് ചെയ്യുന്ന ആളെ വെലോസിറ്റി മൈനസ് ചെയ്യാണ് ചെയ്യുക. ഞാൻ ട്രെയിനിൽ ഇങ്ങനെ പോണ സമയത്ത് ട്രെയിനിൻ്റെ വെലോസിറ്റി ഒക്കെ ഇപ്പോൾ ട്രെയിനിൻ്റെ വെലോസിറ്റി എനിക്കുണ്ട്, ഞാനാണ് ഒബ്സർവ് ചെയ്യുന്ന ആൾ വിചാരിക്കുക. ട്രെയിൻ 60 സ്പീഡ് പോകുമ്പോൾ ഞാനും 60 സ്പീഡ് പോകുന്നുണ്ട്. ശരിയാണോ? അല്ലേ, ട്രെയിനിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിന് ഇങ്ങനെ പോകുമ്പോൾ ഞാനും പോവാണ് 60 സ്പീഡിൽ. ഞാൻ എന്താണ് ഇനി ചെയ്യുക? ഞാൻ ഒബ്സർവറാണ്. ഞാൻ എന്താ ചെയ്യുക? ഞാൻ കാണുന്ന എല്ലാത്തിനും 60 മൈനസ് ചെയ്യും. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പാസഞ്ചറിന് ഞാൻ 60 മൈനസ് ചെയ്യും. അപ്പോൾ ഓൾറെഡി അയാൾ 60 സ്പീഡിലാണ് പോണത്. അപ്പോൾ 60 നിന്ന് എൻ്റെ 60 കുറച്ച് കഴിഞ്ഞാൽ 0. മനസ്സിലാണ്ട? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ റെസ്റ്റിലാണ്, അയാളെ വെലോസിറ്റി 0 ആണ്. ഇനി പുറത്തൊരു മരം നിൽക്കുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പുറത്തൊരു ട്രീ ഉണ്ട്, ആ ട്രീൻ്റെ വെലോസിറ്റി 0 ആണ്. ബട്ട് ഞാൻ അതിൽ നിന്നൊരു മൈനസ് ചെയ്യും, ഒരു 60 മൈനസ് ചെയ്യും. അപ്പോൾ 0 മൈനസ് 60 -6 ആണ്, അത് അങ്ങോട്ട് ഓടും. ഞാൻ +6 ആണെങ്കിൽ അത് -6 ആണ്. മനസ്സിലായോ? സംഭവം മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. ഞാൻ 60ൽ ഇങ്ങോട്ട് പോകുന്നു, മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം. അതാണ് ഞാൻ 60ൽ അങ്ങോട്ട് പോകുന്നു, +60. ഇനി ഞാൻ എന്താണ്? ഞാൻ ഒബ്സർവർ, എനിക്കിപ്പോൾ വെലോസിറ്റി ഉണ്ടല്ലോ. ഞാൻ എന്താ ചെയ്യുക? എൻ്റെ ഈ 60 എന്നുള്ള വെലോസിറ്റി ഞാൻ കാണുന്ന എല്ലാത്തിനും മൈനസ് ചെയ്യും. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പാസഞ്ചർ എത്രയാണ്? അയാളും 60ലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ 60 - 60 0 ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ റെസ്റ്റിലാണ്, റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. ഇനി പുറത്ത് ഒരു മരം, ആ മരം മൂവ് ചെയ്യണില്ല, നമുക്കറിയാം 0 ആണ്. മരത്തിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രീൻ്റെ വെലോസിറ്റി 0 ആണ്. ബട്ട് അതിന് 0 - 60 ചെയ്യും. ഞാൻ അതിൽ നിന്നൊരു മൈനസ് ചെയ്യും. അപ്പോൾ എനിക്കെന്താ കാണാം? 0 - 60 -60 വരില്ല. -60 മീൻസ് ഞാൻ +60 അങ്ങോട്ടാണ്, -60 അങ്ങോട്ട്. എനിക്ക് കാണുന്നത് ആ മരമൊക്കെ ബാക്കിലേക്ക് ഓടുന്നതാ. സംഭവം മനസ്സിലായി? അതേപോലെ നമ്മളിവിടെ ചെയ്യുന്ന വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും വെക്ടർ ആയതുകൊണ്ട് നമ്മളിവിടെ വെക്ടറിൻ്റെ സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. സംഭവം മനസ്സിലായോ? ഇപ്പോൾ എവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ വെക്ടറിലേക്ക് എത്തി. ഇത് രണ്ട് റെയിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ കാണുന്ന ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് 4 - 3 3 - 4 എന്ന് പറഞ്ഞ് മുങ്ങാൻ പറ്റില്ല. ഇതെന്ത് ചെയ്യണം? വെക്ടറാണ്. വെക്ടർ സബ്ട്രാക്ട് ചെയ്യണയുള്ള റൂള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇനി സബ്ട്രാക്ട് ചെയ്യുക? അവിടേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആരെയാണ് മൈനസ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. വെലോസിറ്റി ഓഫ് മാൻ ഇതല്ല മൈനസ് ചെയ്യേണ്ടത്. ഇത് മൈനസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് പറഞ്ഞേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യാൻ എന്ത് ചെയ്യുക? വെക്ടർ സബ്ട്രാക്ട് ചെയ്യാനും ആഡ് ചെയ്യാനും വേറെ വേറെ റൂളില്ല, ഒറ്റ റൂളുള്ളൂ. നമ്മൾ നെഗറ്റീവ് വെക്ടർ എടുത്ത് ആഡ് ചെയ്യും. എന്താ ചെയ്യുക? നെഗറ്റീവ് വെക്ടർ എടുത്ത് ആഡ് ചെയ്യും. എങ്ങനെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്യുക? VR പ്ലസ് ചെയ്യും, -VM ചെയ്യും. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യണത്? -VM ചെയ്യും. എന്ന് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് വെക്ടർ എടുത്ത് ആഡ് ചെയ്യും. ഇത് പ്ലസ് ഇങ്ങോട്ടാണ്, മൈനസ് ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഇതെന്താണ്? -VM. ഇത് ആഡ് ചെയ്ത് തന്നെ പ്രശ്നം കഴിഞ്ഞു. എത്രയാണ്? 3 m/s ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് വെക്ടർ എടുത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? പാരലോഗ്രാം ഇങ്ങനെ വരയ്ക്കത്. ഓർത്തോഗണൽ വെക്ടർ ആയതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഓർത്തോഗണൽ വെക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആണ് കിട്ടുക. ഓക്കെ, പാരലോഗ്രാം റെക്റ്റാങ്കിളായി മാറിയതാണത്. ഇങ്ങനെ കിട്ടും. ഇത് മനസ്സിലായോ? ഇതാണ് എന്ത് കിട്ടുക? A-B. A-Bക്ക് പകരം നമ്മളിവിടെ എന്താ പറയുക? VR - VM. ഇതല്ല, ഇത് VR - VM ആണ്. വെലോസിറ്റി ഓഫ് റെയിൻ ക്യാപിറ്റൽ ഞാൻ അവിടെ യൂസ് ചെയ്തുകൊണ്ട് ഒക്കെ കുഴപ്പമില്ല. ഞാനിവിടെ ക്യാപിറ്റൽ ഒക്കെ സ്മോൾ ലെറ്റർ ആക്കാം. ഇനി അതൊരു കൺഫ്യൂഷൻ വേണ്ട. ലെറ്റർ മാറ്റിയ ബുദ്ധിമുട്ടായോ?
ഇല്ല, ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എഴുതിയോണ്ട് അങ്ങനെ എഴുതിയതാണ്. വെലോസിറ്റി ഓഫ് റെയിൻ ഓക്കെ അല്ലേ? വെലോസിറ്റി ഓഫ് റെയിൻ ശരിയല്ലേ? നോക്കിയേ, വി ആർ മൈനസ് വി എം ഇങ്ങോട്ടല്ലേ വരിക, കാരണം നെഗറ്റീവ് വെക്ടർ എടുത്ത് ആഡ് ചെയ്യുക. അപ്പം ഇങ്ങോട്ട് ബാക്കി നമ്മൾ മൈനസ് എം ഇതൊന്നും എടുക്കണ്ട, -3 എടുക്കണ്ട. നമ്മളത് ചെയ്ത് കഴിഞ്ഞു, ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്തതോടുകൂടി നമ്മൾ ചെയ്തു. -3 ആക്കേണ്ട ആവശ്യം വരില്ല. ഇതൊക്കെ റെഡി ആയില്ലേ? ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായത് പറയും? നമ്മൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഈ വെക്ടർ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഒക്കെ കൊണ്ടുപോയി നടക്കാമല്ലോ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതപ്പോൾ ഇപ്പം നോക്കി, ഇയാൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്ത് അല്ലേ? ഈ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്, ശരിക്കും ഈ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ വെലോസിറ്റി നമ്മൾ റെയിനിന്ന് മൈനസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് എവിടേക്കും വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇയാൾ കാണുന്ന കാഴ്ച എന്താ പറയും? മഴ ഇങ്ങനെ പെയ്യുന്നു, നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മളെ വെലോസിറ്റി നമ്മൾ മൈനസ് ചെയ്തപ്പോൾ അതിൻ്റെ വെക്ടറൊക്കെ വെച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടി. എന്നിട്ട് നമ്മൾ കാണുന്ന റെയിൻ ഇങ്ങനെ വീണതാണ് അല്ലേ? ബൈക്കിലൊക്കെ നമ്മൾ പോണ സമയത്ത് നമ്മൾ ഈ ഭാഗം നന്നായിട്ട് നനയും, പിറകിൽ അങ്ങനെ നനയേയില്ല. നമുക്ക് ഇങ്ങനെ റെയിൻ കാണാം, നമ്മൾ മഴ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരെ മുഖത്തോട്ട് അടിക്കണതാണ് കാണുക അല്ലേ? കണ്ണിലേക്കൊക്കെ വെള്ളം അടിച്ചിട്ട് ചുവന്നിട്ട് കണ്ടില്ലേ? ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ണിലേക്ക് വെള്ളം ഇങ്ങോട്ടാണ് അടിക്കുക അല്ലേ? അപ്പോൾ സംഭവം മനസ്സിലായി എന്താ കാരണം നോക്കിയാൽ ഇങ്ങനെയാണ് വീഴുക. അപ്പോൾ നമ്മളൊന്ന് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഒരു വെർട്ടിക്കൽ ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇതേ നോക്കിയാൽ വെർട്ടിക്കൽ ഇങ്ങനെ വരച്ചാൽ ഇത്ര ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യണം? കുട പിടിക്കണം അല്ലേ? ശരിക്കും റെയിൻ ഇങ്ങനെയാണ് പെയ്യണത്, റെയിൻ ഇതാ ഇങ്ങനെയാണ് പെയ്യണത് ഇയാൾക്ക്. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് കുട പിടിക്കേണ്ടത് പറഞ്ഞേ? ഇങ്ങനെയാണ് കുട പിടിക്കേണ്ടത്. കുടയാണ് അംബ്രല്ല. ഓക്കെ, ഈ ആംഗിളിലാണ് പിടിക്കേണ്ടത്. സിമ്പിളല്ലേ? ഒന്ന് നോക്കിയേ. ഇതിപ്പോൾ ഇനി നമുക്ക് ചെയ്യാനറിയില്ല, ഇതിൻ്റെ റിസൾട്ട് എന്തായത് ഓർത്തുകൊണ്ടല്ല, അതുകൊണ്ട് സിമ്പിളാണ്. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? എത്ര വെലോസിറ്റിയിലാണ് റെയിൻ പെയ്യണ ഇയാൾക്ക് തോന്നുക? വെലോസിറ്റി ഓഫ് റെയിൻ്റെ എത്ര? ഇതിൻ്റെ വാല്യൂ ഇതും കൂട്ടല്ലേ ചെയ്യുക? √VR² പ്ലസ് ഇത് ആഡ് ചെയ്യാണ്. ഇത് രണ്ടിപ്പം ഞാൻ ആഡ് ചെയ്യാണ്, ഞാൻ മൈനസിനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. ഇത് രണ്ട് അഡീഷനാണ്. ഇതിൻ്റെ സ്ക്വയർ ഇതില്ലേ, ഇത് ബി ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക? VR² പ്ലസ് പറഞ്ഞേ VM² അല്ലേ? ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? ഇതിൻ്റെ കോസൊക്കെ എന്തായിപ്പോയി? 2VRM VM cos 90 ആവും. ഇത് രണ്ട് 90 ഡിഗ്രി അല്ലേ? എയും ബിയും ഇത് രണ്ട് വെക്ടറാണ്. പാരലോഗ്രാമിലെ എ ആണത്, ഇത് ബി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇത് ബി ആണ് ഇത് എ എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കുക. ഇവിടെ ആംഗിൾ എത്രയാണ്? ഇവർ തമ്മിലുള്ള ആംഗിൾ ഈ രണ്ട് വെക്ടേഴ്സ് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ബാക്കിയുള്ള ടേംസ് പോയതാണ്. വാല്യൂ പറഞ്ഞ √3ഉം 4ഉം അല്ലേ വന്നത്? അപ്പോൾ 4² പ്ലസ് 3² എത്ര വരിക? 5 ആയിരിക്കും വരിക അല്ലേ? നമുക്ക് എപ്പോഴും അറിയുന്ന വാല്യൂ ആണ്, ഞാൻ അതുകൊണ്ട് അത് ഇട്ടത്. 5 ആണ് വന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഇത് എത്ര വെലോസിറ്റിയിലാണ് റെയിന് അയാൾക്ക് വരിക? 5 ആണ്. നമ്മളെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് റെയിനും കൂടും. നമുക്ക് നല്ല സ്പീഡിൽ മഴ പെയ്യണതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? നല്ല സ്പീഡിൽ നമ്മൾ ബൈക്കിൽ മഴത്ത് പോവുകയാണെങ്കിൽ റെഡിയാണോ? ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടണം, ഈ തീറ്റ കിട്ടണം. ഈ തീറ്റ കിട്ടാൻ എന്താ ഒരു വഴി? ഇതിൽ സിമ്പിളാണല്ലോ. തീറ്റ കിട്ടാൻ എന്താ ചെയ്യുക നോക്കി? ഈ ആംഗിൾ അല്ലേ, ഇതല്ലേ തീറ്റക്ക് ഈക്വൽ ആയിട്ടുള്ളത്? ഈ ആംഗിൾ കാണാൻ എന്താ ചെയ്യുക? ഇത് തീറ്റ, ഇത് തീറ്റ. ടാൻ തീറ്റ എന്താ കിട്ടുക? ടാൻ തീറ്റ VM/VR അല്ലേ? ടാൻ തീറ്റ പറഞ്ഞ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറഞ്ഞ VM/VR അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എത്ര കിട്ടുക? 3/4. 3/4 അല്ലേ വന്നത്? 3/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? ടാൻ 3/4 37 അല്ലേ കിട്ടുക? 3/4 37 ആണ് കിട്ടുക. ഓക്കെ, 37. ആ വാല്യൂ അറിയില്ല, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വാല്യൂസ് ആണ്. അറിയാത്തവർ നോക്കുക. ഇത് 37 ആണെങ്കിൽ ഇവിടെ 3 വരും, ഇവിടെ 4 വരും. ഓക്കെ, 3/4. ഇവിടെ 5 ആണ് വരും. ഈ ട്രയാങ്കിൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ വാല്യൂ നോക്കിയാൽ ടാൻ 37 അല്ലേ 3/4 വരാം. അപ്പോൾ അല്ലേ? അപ്പോൾ തീറ്റ എത്രയാണ്? 37 ആണ്. അപ്പോൾ 37 ഡിഗ്രിയിൽ ഇയാൾ എന്ത് ചെയ്യണം? അംബ്രല്ല പിടിക്കണം ഫ്രം വെർട്ടിക്കൽ. വെർട്ടിക്കൽ എന്നാണ് ഈ ഫിഗറിന്, അതാണ് മനസ്സിലായി വെർട്ടിക്കൽ. അത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആംഗിൾ മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ടാനൊക്കെ എടുക്കണം മാറും. അപ്പോൾ അത് 53 സംതിങ് വരും ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. കാരണം അതെന്തായാലും 90 ഡിഗ്രി അല്ലേ? ഓക്കെ, അപ്പോൾ അതൊന്നൊരു വിഷയമില്ല. ട്രിഗണോമെട്രി അറിയുന്നത് നിങ്ങൾക്ക് കിട്ടും. എന്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്? ഒന്ന് കൺക്ലൂഡ് ചെയ്തേ. ആദ്യം റെയിൻ അംബ്രല്ല പ്രോബ്ലത്തിൽ എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതായത് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നു, ബൈക്കിൽ പോകുന്നു അല്ലെങ്കിൽ സൈക്കിളിൽ പോകുന്നു, നമ്മളൊരു കുട കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ റെയിൻ താഴോട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് എത്ര ആംഗിൾ അംബ്രല്ല പിടിക്കണം എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയില്ലേ? എത്ര ആംഗിൾ വെർട്ടിക്കലിന് എത്ര ആംഗിൾ പിടിക്കണം എന്നാണ്. അതിന് നമ്മൾ എന്താണ് കാണേണ്ടത്? വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ കാണണം. എന്തിനാണ് അങ്ങനെ കാണേണ്ടി വന്നത്?
നമ്മളിവിടെ ഒബ്സർവർ മൂവ് ചെയ്യാണ്. ഒബ്സർവർ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയാണ് എടുക്കേണ്ടത്. മസ്റ്റായിട്ടും മനസ്സിലാക്കുന്നത് ഒബ്സർവർ മൂവ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ നോക്കിയാൽ ഇങ്ങനെ ഇക്വേഷൻ വരും. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് മാൻ എന്ന് പറഞ്ഞാൽ VR മൈനസ് VM ആണ്. ഒബ്സർവർ വെലോസിറ്റി മൈനസ് ചെയ്തു. വെക്ടറിൽ മൈനസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്ലസ് ചെയ്തു. നെഗറ്റീവ് ഇട്ട് പ്ലസ് ചെയ്യുക എന്ന് വെച്ചാൽ ഡയറക്ഷൻ മാറ്റുക. ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ -3 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഡയറക്ഷൻ മാറ്റുമ്പോൾ നമ്മൾ ഓൾറെഡി ആ പണിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഡയറക്ഷൻ മാറ്റിയിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഇവിടെ വെക്ടർ അഡീഷനാണ് ഇനി ബാക്കിയുള്ളൂ നമ്മുടെ മുന്നിൽ. ഇനി സബ്ട്രാക്ഷൻ ഇല്ല, വെക്ടർ അഡീഷനേ ബാക്കിയുള്ളൂ. ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടർ ഉണ്ടാകും. നമ്മൾ എങ്ങനെയാണോ ആഡ് ചെയ്യുക അതേപോലെ ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടും, ഡയറക്ഷനും കിട്ടും. അപ്പോൾ നോക്കിയാൽ റിസൾട്ടൻ്റ് നമ്മളിവിടെ കണ്ടു 5 ആണ്. നമുക്ക് മാഗ്നിറ്റ്യൂഡിലേറെ അതിൻ്റെ ഇത് റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. റിസൾട്ടിന് ഡയറക്ഷൻ കിട്ടണം എന്ന് വെച്ചാൽ നമ്മൾ കുട പിടിക്കേണ്ട ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ടാൻ തീറ്റ എടുത്തു. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതിന് നമുക്ക് 37 ഡിഗ്രിന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഏതാണ്ട് കോസ്റ്റും ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടിയില്ലേ? റെഡി അല്ലേ? അപ്പോൾ റെയിൻ നമ്പറിലെ പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ അല്ലേ?